അപ്പോൾ അത് എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടും അവരായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡ് ഓഫ് സ്ട്രഗിൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലാതെ നമുക്കിഷ്ടമുള്ള മേഖലയിലോട്ട് പഠിച്ചത് വേറെയാണെങ്കിലും പ്രവർത്തിക്കുന്ന മേഖല വേറെയാണ്. അപ്പോൾ അതിലോട്ട് എത്തിച്ചേരുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ നല്ല ഇമോഷണലി വളരെ കണക്ട് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മളത് അണ്ടർഗോ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ അടിക്കുന്നുണ്ട്. യെസ്. അതൊക്കെ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ, അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നത്. സ്പോയിലർ അല്ല, അതിനാണല്ലോ നമ്മൾ ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും. തൊഴിലില്ലായ്മയെ പറ്റി അല്ല പറയുന്നത്. അതില്ലായ്മ കാരണമല്ല, പലരും അത് അറിയാത്തത് കൂടെ കൊണ്ടാണ്, ശ്രമം നടത്താത്തതും കൂടെ കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സിനിമ കാണുക, അതിനെല്ലാം ഉത്തരം അതിലുണ്ട്. ശരി, താങ്ക് യു. നല്ലൊരു മെസ്സേജുള്ള ഫിലിമാണ്. സാധാരണ മലയാളം സിനിമയിൽ അങ്ങനെ മെസ്സേജസ് ഉണ്ടാവാറില്ല. കാരണം ഒപ്പം നല്ലൊരു എൻ്റർടൈനറാണ്, യാതൊരു ലാഗും ഇല്ല. ഇന്നത്തെ യൂത്തിന്, കേരളത്തിലെ യൂത്തിന് എല്ലാവർക്കും നല്ല മെസ്സേജ് കൊടുക്കണം. മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി മാറും. എന്നാൽ ഒപ്പം യാതൊരു ലാഗ് ആകണമെന്നില്ല. മാക്സിമം മീഡിയ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ജോണി തന്നെ തകർത്തിട്ടുണ്ട്. നായകൻ ഒരു മമ്മൂട്ടി സ്റ്റൈൽ ആക്ടിംഗ് ആണ്. എല്ലാം കൊണ്ടാണ് മൂവിനെ. ഒരുപാട് ടീം വർക്കാണ്, ഒരുപാട് പിള്ളേർ യങ്സ്റ്റേഴ്സിൻ്റെ വർക്കാണ്. അവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. മാക്സിമം എൻകറേജ് ചെയ്യുക. എടുത്തു വരാവുന്ന മെസ്സേജാണ്, എന്താണ് പറയുന്നില്ല, സ്പോയിലറോ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം വിജയിപ്പിക്കുക. നമ്മൾ പറയേണ്ട സ്പോയിലറായി മാറും. പടം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സ്പോയിലറായി മാറും. നല്ലൊരു മെസ്സേജാണ്. മനോജ് ജയൻ എല്ലാവരും എനർജിയിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ അടിപൊളിയായിരുന്നു. ആക്ച്വലി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവരും മുഖമൊക്കെ കണ്ടപ്പം അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണൊരു വിശ്വാസം. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം സ്ക്രീനിൽ തന്നെ എന്നെ പല സ്ഥലത്തും കാണുമ്പം ഞാൻ ഇമോഷണലായി. അല്ലാത്ത കുറേ സീക്വൻസസ് കണ്ടപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു. നമ്മൾ ആക്ച്വലി പുറത്തേക്ക് പോകുന്ന കുട്ടികളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സ്റ്റോറി അല്ല. പക്ഷെ അവർ പോകുമ്പം റൈറ്റ് ആയിട്ടുള്ള വേ ചൂസ് ചെയ്ത് പോകുക. പക്ഷെ നാട്ടിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കോമൺ തോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോയാൽ അബ്രോഡ് പോയി കഴിഞ്ഞാൽ വെൽ സെറ്റിൽഡ് ആവും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നാട്ടിൽ നിന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു മോറലി സ്റ്റോറിക്കകത്തുണ്ട്. സോ പേരൻസും അങ്ങനെ ചിന്തിക്കുന്ന പേരൻസിനും ചിലപ്പം മാറ്റി ചിന്തിക്കാനുള്ളൊരു മൂവിയായിട്ട് മാറട്ടെ. തൊഴിലില്ലായ്മയല്ല, പക്ഷേ എങ്ങനെ ഒരു ജോബിലേക്ക് എത്തിപ്പെടണം, അതിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. ചില കാര്യങ്ങൾ, ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ ആക്ച്വലി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അബ്രോഡിലേക്ക് പോകാനുള്ളൊരു സ്ട്രെയിറ്റ് അവേ ഓപ്ഷൻ എടുക്കുന്നത്. പക്ഷെ അവർ ആ ചോയ്സസ് അവർ കണ്ടുപിടിക്കുന്നില്ല, അല്ലെ അതിനുള്ളൊരു ഹെൽപ്പ് ബാക്കിയുള്ള നമ്മുടെ സൊസൈറ്റി അടക്കം അത് ചെയ്യുന്നില്ല. ഈവൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് അടക്കം ഓക്കെ അബ്രോഡ് പോയാൽ മതി, അല്ല നാട്ടിൽ വേറെ എന്തൊക്കെയുണ്ട്, നമ്മുടെ സന്തോഷം കണ്ടെത്തി നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ആക്ച്വലി പുറത്തേക്ക് ഇവർ പോകാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നത്. പിന്നെ ഒരു വെർജിൻ സ്ക്രിപ്റ്റാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ, അതായത് പിള്ളേരെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളല്ല, അതായത് ജോലി, അതായത് പഠിപ്പും കഴിഞ്ഞേച്ച് കുറച്ച് കഷ്ടപ്പെടുന്ന കുറേ പിള്ളേരുണ്ട്. ആ ഏജ് ഗ്രൂപ്പിന് അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മുടെ പേരൻസ് കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നും എന്ന് നമ്മുടെ ഗവൺമെൻറ് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഭയങ്കര സോ നമ്മൾ കാണണം, ഇതെല്ലാവരും കണ്ടിരിക്കണം. എന്തോ വിദ്യാർത്ഥിയുടെ അല്ല, പഠിപ്പും കഴിഞ്ഞിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെങ്ങോട്ട് പോകണം എന്ന് ഒരു സൈഡിൽ പേരൻസും വൺ സൈഡിൽ ഇവിടെ ആഗ്രഹങ്ങളും, ഇത് രണ്ടും കൂടെ ഉള്ള ഒരു സ്ട്രഗിളാണ് ഇതിൻ്റെ അകത്ത്. ആ ഒരു സമയമാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കുട്ടി, അല്ല, ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. മൊത്തം നമ്മൾ അറിയുന്നില്ല. വീട്ടിൽ ഇരിക്കുന്ന പേരൻസും അത് അറിയുന്നില്ല. ഇത് നിൽക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റും ഇത് അറിയുന്നില്ല. അത് എത്തേണ്ടടുത്ത് എത്തിച്ചു. അതൊക്കെ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ, അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നത്. സ്പോയിലർ അല്ല, അതിനാണല്ലോ നമ്മൾ ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും. തൊഴിലില്ലായ്മയെ പറ്റി അല്ല പറയുന്നത്. അതില്ലായ്മ കാരണമല്ല, പലരും അത് അറിയാത്തത് കൂടെ കൊണ്ടാണ്, ശ്രമം നടത്താത്തതും കൂടെ കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സിനിമ കാണുക, അതിനെല്ലാം ഉത്തരം അതിലുണ്ട്. ശരിക്കും ഈവൻ സാധാരണ ജനങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും ചിന്തിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് എടുത്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കഴിവ്. ഒരു പാർട്ടിയെയും ഒരു കുറവായിട്ടോ കൂടുതലായിട്ടോ ഒന്നുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നമ്മൾ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കേരളത്തിലെ അവസരങ്ങളെല്ലാം കാണിച്ചിട്ട് അങ്ങനെ
ഒരു പ്രമേയമാണ്. അതൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു ചിത്രമാണ്. സാധാരണ കാണുന്ന പോലത്തെ ഉള്ള ഒരു ഇതല്ല. വളരെ വ്യത്യസ്തമായൊരു പ്രമേയം. കേരളത്തിലിപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഇത് എല്ലാവരും കണ്ട് ഇത് പ്രായോഗികമാക്കേണ്ട ഒരു വിഷയം. അത് വളരെ തന്മയത്തോടുകൂടെ വളരെ ലളിതമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.